പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ദേവബാല എത്രയും പെട്ടെന്ന് തന്നെ അഭിഷേകിനെ കണ്ടെത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ഇഷയുടെ വീട്ടിൽ ചെന്ന് ബഹളം വയ്ക്കുകയും അവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി എറിയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ഇനി ഇതും ഇവിടെ പറ്റില്ല, ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് പോലീസിനെ വിളിക്കുകയാണ് വീട്ടുകാർ. ആദ്യം അവിടേക്ക് വരുന്ന പോലീസുകാർ ദേവബാലയെ കണ്ട്, ഓ, ഈ കുട്ടിയെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല, ഈ കുട്ടി ഓൾറെഡി തലയ്ക്ക് അസുഖമുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതോടെ ദേവബാല സന്തോഷിക്കുകയാണ്. എനിക്ക് ഭ്രാന്തുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള മട്ടിൽ നോക്കുകയാണ്. അപ്പോഴാണ് ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് അയാൾ കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് ദേവബാലയുടെ പ്രതീക്ഷകൾ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതെല്ലാം ദേവബാലയുടെ അഭിനയമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. നീ നിന്റെ പ്രാന്തിന്റെ മുഖപടം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അതിന് സമ്മതിക്കുകയില്ല. അത് ഉറപ്പു തന്നെയാണ്. ഇവൾ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഈ ആക്ടിംഗ് എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം ദേവബാല. നീ ഇനി സ്റ്റേഷനിലേക്ക് വാ, ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. ഇവളെ അറസ്റ്റ് ചെയ്യ്. ഈ പ്രാന്തെല്ലാം ഇവളുടെ നാടകമാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല ആകെ പകച്ചു പോയിരിക്കുകയാണ്. തനിക്ക് രക്ഷപ്പെടാനുള്ള പഴുതാണ് ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത് എന്ന് ദേവബാല തിരിച്ചറിയുന്നു. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടുമെന്ന്. അതുകൊണ്ട് ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഇതേ സമയം ദേവബാലയെ കുടുക്കി എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയാണ് അഭിഷേക്. രക്ഷപ്പെടാനുള്ള നീക്കമായി അഭിഷേക് മുന്നിലേക്ക് പോയതിനെ തുടർന്ന് അഭിഷേക്, നീ തൽക്കാലം പുറത്തേക്ക് പോ, ഞാൻ പിന്നീട് നിന്നെ വന്ന് കണ്ടുകൊള്ളാം. ഇതിനിടയിലാണ് അവിടേക്ക് റാമോഹൻ കടന്നു വരുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇഷ. പക്ഷേ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിന്. ഇതോടെ അഭിഷേക് തിരികെ എത്തുമ്പോൾ കാര്യങ്ങൾ അറിയുകയാണ്. ദേവബാലയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം. ഇതോടെ അഭിഷേകിനും സന്തോഷമാകുന്നു. പക്ഷേ ദേവബാലയെ രക്ഷിക്കുന്നതിന് ദേവരാജൻ സ്റ്റേഷനിലേക്ക് ഓടിക്കിതച്ച് എത്തിയതിനെ തുടർന്ന് മകളുടെ ആക്ടിംഗ് ഇനിയധികം വിലപ്പോകില്ല എന്ന് വ്യക്തമാക്കുകയാണ് പോലീസുകാർ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.